ഒരുപാട് ഭാഷകൾ, ഒരുപാട് വൈചിത്ര്യങ്ങൾ, പലതരത്തിലുള്ള മനുഷ്യർ, ഭൂമിശാസ്ത്രപരമായിട്ട് യാതൊരു പലതരത്തിലുള്ള വ്യത്യസ്തതകൾ കിടക്കുക. 22 ഭാഷകൾ ഔദ്യോഗിക ഭാഷകളായിട്ട് തന്നെയുണ്ട്. പക്ഷേ എത്രയോ ചെറിയിട്ട് 100 കണക്കിന് ഭാഷകൾ യഥാർത്ഥത്തിൽ രാജ്യത്താകെയുണ്ട്. 19,500 ഡയലക്ട്സ് ഉണ്ട് ഈ ഭാഷകൾ, ഭാഷാ ശൈലികൾ ഈ രാജ്യത്ത് മാത്രം. ഏറ്റവും കൂടുതൽ മനുഷ്യർ ലോകത്ത് സംസാരിക്കുന്ന ആദ്യത്തെ 20 ഭാഷകളിൽ 6 എണ്ണം ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഹിന്ദി, ബംഗാളി, മറാത്തി, തെലുങ്ക്, തമിഴ്, ഉറുദു എന്നിവ. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനർ, ബുദ്ധർ എന്നിങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 മതങ്ങൾ, അതിനകത്തുള്ള വിശ്വാസികൾ പ്രധാനമായിട്ട് ഇവിടെയുണ്ട്. പക്ഷേ അതിലും കൂടുതൽ എത്രയോ വിശ്വാസ പ്രമാണങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട്. ഇതിൽ തന്നെ നോക്കൂ, ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ടായ മതമാണ് ഹിന്ദുമതം. സിഖ്, ജൈന, ബുദ്ധ ഈ മതങ്ങളെല്ലാം ഇന്ത്യയിലുണ്ടായതാണ്. മുസ്ലിങ്ങളാണെങ്കിൽ ഈ പറയുന്ന പോലെ ലോകത്ത് തന്നെ മുസ്ലിം ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും എന്തൊരു വലിയ രാജ്യമാണ് എന്ന അഭിമാനം നമുക്കുണ്ടാകും. ഇവരെല്ലാവരും കൂടെ എങ്ങനെ ജീവിക്കുകയാണ്, ഇവരെല്ലാവരും കൂടെ ഒരു രാജ്യമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. ഒരാൾ പോലും, ഹർഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ പോലും ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നില്ല ഈ രാജ്യം ഒന്നിച്ചങ്ങ് പോകും എന്ന്. അവരിവിടെ ഭരിക്കാനായിട്ട് വരുമ്പോൾ അവർ കരുതിയിരുന്ന 1000 വർഷം ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ ഈ പ്രദേശം ഭരിക്കുമെന്നാണ്. പക്ഷേ അവർക്ക് 100-300 കൊല്ലം കൊണ്ട് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. പോകുന്ന സമയത്ത് അവർ വിചാരിച്ചിരുന്നത് ഇവർക്കൊരിക്കലും ഇവിടെ ഒരു 10 വർഷത്തിനപ്പുറം കൊണ്ടുപോകാൻ പറ്റില്ല ഈ രാജ്യത്തെ എന്നായിരുന്നു. അതായത് അന്ന് ഈ സാധാരണ രാഷ്ട്രീയക്കാർ മാത്രമല്ല, വലിയ ബുദ്ധിജീവികൾ, സ്പെയിനും സ്കോട്ട്ലാൻഡിനും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കാൾ വലിയ വ്യത്യാസമുണ്ട് ബംഗാളും പഞ്ചാബും തമ്മിൽ. അതുകൊണ്ട് ഒരിക്കലും അവർ ഈ ഒറ്റ രാജ്യമായിട്ട് നിൽക്കില്ല എന്നായിരുന്നു സായിപ്പന്മാർ വിചാരിച്ചിരുന്നത്. അത് വലിയ ബുദ്ധിജീവികളടക്കം. ഇപ്പം മൗഗ്ലിയൊക്കെ എഴുതിയ റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന വലിയ സാഹിത്യകാരൻ രാമേന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നൊരു സംഭവമാണ്. കിപ്ലിംഗ് ഒരുപാട് കാലം ഇവിടെ ജീവിച്ച ആളാണ്. അദ്ദേഹം 1891 ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഇതിപ്പോൾ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ, നിങ്ങൾ കുറേ കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോയിട്ട് അവർക്ക് സ്വയംഭരണം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വെച്ചപ്പോൾ അപ്പം തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. എന്താണ്? 4000 വർഷം പഴകിയ ആളുകളാണ് അവർ. അവർക്ക് ഈ പരിപാടി പറ്റില്ല, അവർക്ക് ഭരിക്കാൻ പറ്റില്ല, അറിയില്ല. അവർക്ക് ലോ ആൻഡ് ഓർഡർ ഞങ്ങളാണ് കൊടുക്കുന്നത്, അത് ഞങ്ങൾ തന്നെ കൊടുത്തോളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഈ പരിപാടി ഇവർക്ക് നടക്കില്ല, ഇന്ത്യ നിൽക്കില്ല, ഇന്ത്യ ഇത്രമാത്രം ഭാഷാ വൈവിധ്യങ്ങളും മതവൈവിധ്യവും ഉള്ളതുകൊണ്ട് ചെതറിത്തെറിച്ചു പോകുമെന്നാണ് ഈ സായിപ്പന്മാരെല്ലാം വിചാരിച്ചെങ്കിൽ അവരുടെ രാജ്യത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ രാജ്യം എപ്പോഴും നിലനിൽക്കുകയാണ്. 79 വർഷമായിട്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന സകലമാന വൈജാത്യങ്ങൾക്കിടയിലും നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ ആദ്യകാലത്തെ ആളുകൾ പറഞ്ഞിട്ട് അതിനെതിരായിട്ട് പലതരത്തിലുള്ള വെല്ലുവിളികൾ വന്നു. രാഷ്ട്രീയമായിട്ട് പലരും മുന്നോട്ട് വന്നു. പക്ഷേ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്നപ്പോഴേ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഇത്രയും കാലമായിട്ട് നിന്നു. 79 വർഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ കടന്നു പോകേണ്ടുന്നൊരു ദിവസമാണ് ഈ സ്വാതന്ത്ര്യ ദിനം. നമ്മൾ അങ്ങേയറ്റം ആദരവോടെ ഈ സ്വാതന്ത്ര്യം നമുക്ക് പ്രാപ്തമാക്കി തന്ന നമ്മുടെ മുൻഗാമികളെ സ്മരിക്കുകയും വേണം.